ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിലെ കുറച്ച് പച്ചക്കറികൾ കാണിച്ചു തരാം കേട്ടോ. ഇത് മല്ലിച്ചപ്പ്, ആഫ്രിക്കൻ മല്ലി എന്ന് പറയും. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിച്ചപ്പിന് പകരം ഞങ്ങൾ അതാണ് ഉപയോഗിക്കൽ. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്. പാവക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ മത്തൻ വള്ളി പൂവും കായൊന്നും ആയില്ല, അതിനാകുന്നതേ ഉള്ളൂ. ഇപ്പോൾ പാവക്കള്ളി അങ്ങോട്ടൊക്കെ പടർന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ കായുണ്ട് കേട്ടോ. കുമ്പളം വള്ളി ഇടയിൽ കൂടെയൊക്കെ മുളകും തൈ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഒക്കെ തന്നെ പിരിച്ച് നടണം. പിന്നെ 2-3 പ്രാവശ്യം പറിച്ചിട്ടോ പെരിക്ക്. നല്ല വലിപ്പമുള്ള പയറാണ്. ഒരു വാഴത്തൈയുണ്ട്, ഇതിപ്പം നട്ടിട്ടുള്ളൂ. ചുരക്ക, ഞങ്ങളുടെ മലപ്പുറം ജില്ലക്കാർ ഇതിന് ചെരങ്ങ എന്നൊക്കെ പറയും. പക്ഷെ കായൊന്നും ഉണ്ടായില്ല, ഇത് പടർന്നിങ്ങനെ പോയിട്ടുണ്ട്. അങ്ങോട്ട് ഉണ്ട്. ഇതാണ് കവുങ്ങ്. ഇത് പനിക്കൂർക്ക, ഇത് കാച്ചിൽ വള്ളി. ഈ സൈഡിലെ മത്തന് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗി കാണാൻ. പപ്പായ മരം, കരിമുളകുണ്ട്. തക്കാളി 1-2 പറിച്ചിട്ടോ. ഞങ്ങൾ കറിയിൽ ഉപയോഗിച്ചില്ല, ഞങ്ങൾ സലാഡായിട്ട് കഴിച്ചു. ഇതെല്ലാം പാവക്ക മരങ്ങൾ. പക്ഷെ ഇതിനൊന്നും കായ ഉണ്ടായിട്ടില്ലേ, പൂവുണ്ടായി വരുന്നുള്ളൂ. ഈ ചേമ്പിന് വിത്ത് ഉണ്ടായിട്ടില്ല, പക്ഷെ ഞങ്ങൾ വിത്ത് കുറവായാലും ഞങ്ങൾ തണ്ടെടുത്ത് തോരൻ വെക്കലുണ്ട്. അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. ഇതിപ്പം നട്ടിട്ടുള്ളൂ കേട്ടോ. അതായത് ചിക്കു, സപ്പോട്ട.
കായാകാനാവുന്നതേ ഉള്ളൂ. ഇത് വേറൊരു പപ്പായ മരം. ഒന്നും കായായിട്ടില്ല.